3 ദിവസങ്ങളിലായി നടക്കുന്ന CPIM നേതൃയോഗത്തിന് ഇന്ന് തുടക്കമാകുന്നു. ആദ്യ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. ദേശാഭിമാനി വരാന്ത പതിപ്പിലെ ഫീച്ചർ വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിൽ നിൽക്കെയാണ് യോഗം. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യും. അതേസമയം ഡൽഹിയിലെ CJP സമരത്തിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നിലപാടുകളും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമര പരിപാടികളും ഈ യോഗത്തിൽ തീരുമാനിക്കും. റോഷി ബാൽ വിവരങ്ങൾ നൽകും. റോഷി, അപ്പോൾ ചർച്ച കുറേ നാളുകളായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചർച്ച ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണം, നേതാക്കളുടെ പെരുമാറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും യോഗത്തിൽ ചർച്ചയാവുക? ഒപ്പം UDF സർക്കാരിനെതിരെയുള്ള സമരം, CJP സമരത്തോടുള്ള പിന്തുണ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടല്ലേ റോഷി? ഒന്ന്, CPM സംസ്ഥാനത്തും കേന്ദ്രത്തിലെയും കമ്മിറ്റികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ്. ഈ നേതൃയോഗത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ച സംബന്ധിച്ച റിപ്പോർട്ട് കൂടി അവിടെ എത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനമാവുക സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിരവധി സമരപരിപാടികളും പ്രചാരണ പരിപാടികളെ കുറിച്ചുള്ള ആലോചനയുണ്ടാകും. അതിനൊപ്പം തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവാദം, VS ജോർജിന്റെ സപ്ലിമെന്റ് സംബന്ധിച്ച് അത് പുറത്തിറക്കാത്തതിലുള്ള വിവാദമാണ്. ആ വിവാദത്തിൽ ദേശാഭിമാനിയിൽ ആദ്യ നടപടിയുണ്ടായി. പാർട്ടി പത്രത്തിൽ വന്ന ആ വീഴ്ച, അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും തുടർ നടപടികളെക്കുറിച്ചുള്ള ഒരു തീരുമാനമൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായേക്കാം. അതേസമയം നാളെയും മറ്റന്നാളുമായി ചേർന്ന സംസ്ഥാന സമിതി യോഗവും ഏറ്റവും പ്രധാനമാണ്. ദില്ലിയിൽ നടക്കുന്ന CJP സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് തുടർ ദിവസങ്ങളിൽ നടത്തേണ്ട സമരപരിപാടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമാവുക സർക്കാരിനെതിരെയുള്ള പ്രചാരണ പരിപാടികൾ എങ്ങനെ വേണം എന്നത്. രണ്ടാമത്തേത് തിരിച്ചു വരാനുള്ള വഴികൾ തേടുകയാണ്. അതിന് ആവശ്യമായ പാർട്ടിയിൽ വേണ്ട തിരുത്തലുകളും അത് സംബന്ധിച്ച വരും ദിവസങ്ങളിലുള്ള പ്രവർത്തന പരിപാടികളുമൊക്കെ ഒരുപക്ഷെ അടുത്ത ഇന്നും മുതൽ ചേരുന്ന CPM നേതൃയോഗത്തിൽ ചർച്ചയാകും. ശരി റോഷി.